എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ് സുവോളജി എക്സാമിന് സഹായകരമാകുന്ന രീതിയിൽ ഒരു എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഈ ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. ടോസ് അക്കാഡമിക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. എക്സാം വരെയുള്ള ദിവസങ്ങളിൽ ഡെയിലി ടെലിഗ്രാം ക്യൂസസ് നടത്തപ്പെടുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ ചോദ്യം ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ്. The strategy of conserving endangered species in natural habitat is. ഇവിടെ ഓപ്ഷൻസ് ഇൻ സിറ്റു കൺസർവേഷൻ, എക്സ് സിറ്റു കൺസർവേഷൻ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ശരി ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻ സിറ്റു കൺസർവേഷൻ ആണ്. തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇൻ സിറ്റു കൺസർവേഷൻ ആൻഡ് എക്സ് സിറ്റു കൺസർവേഷൻ? അല്ലെ, പേര് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇൻ സിറ്റു കൺസർവേഷൻ മീൻസ് ലിവിങ് സ്പീഷീസിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കൺസർവ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻ സിറ്റു കൺസർവേഷൻ. സോ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കൺസർവിംഗ് ലിവിങ് സ്പീഷീസ്, എസ്പെഷ്യലി വൈൽഡ് ആൻഡ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കിയേ, ബയോസ്ഫിയർ റിസർവ്, ദ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെ. അപ്പൊ ഇതെല്ലാം ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് തന്നെയാണ്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ ഈ ആനിമൽസിനെ എല്ലാം കൺസർവ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻ സിറ്റു കൺസർവേഷൻ. അടുത്തത് എന്താണ് എക്സ് സിറ്റു കൺസർവേഷൻ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കൺസർവിംഗ് ലിവിംഗ് സ്പീഷീസ് ഇൻ ആർട്ട്ഫുൾ ഹാബിറ്റാറ്റ്, ദാറ്റ് ഈസ് റിഫ്ലക്ടിംഗ് ദിയർ നാച്ചുറൽ ലിവിംഗ് ഹാബിറ്റാറ്റ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല, പക്ഷെ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഹാബിറ്റാറ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് അക്വേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, സൂ, ഇതൊക്കെയാണ് എക്സ് സിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം സൈറ്റോളജിയിൽ നിന്നാണ്. റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ഓപ്ഷൻസ് എം ഫേസ് ഓഫ് സെൽ സൈക്കിൾ, G1 phase of cell cycle, G2 phase of cell cycle and S phase of cell cycle. ഇവിടെ നമുക്ക് സെൽ സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസ് നമുക്കൊന്ന് നോക്കാം. G1, S, G2 ആൻഡ് M, ഇതാണ് സെൽ സൈക്കിളിന്റെ 4 ഫേസസ്. ഈ ഓരോ ഫേസസിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. G1 ഫേസിലാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. S ഫേസില് DNA സിന്തസിസ് നടക്കുന്നു. G2 ഫേസില് ഗ്രോത്ത് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ്. M ഫേസില് മൈറ്റോസിസ്, അതാണ് ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സെൽ സൈക്കിളിന്റെ 4 ഫേസസ്, G1, S, G2 ആൻഡ് M. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് വിച്ച് ഫേസ്? റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് DNA സിന്തസിസ് ആണ്. സോ റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ഏതാണ്? ഓപ്ഷൻ ഡി, എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. അടുത്ത ചോദ്യം ബയോകെമിസ്ട്രിയിൽ നിന്നാണ്. രാമചന്ദ്രൻ പ്ലോട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. Where would you find right-handed alpha helix in a Ramachandran plot? Options -65, -60 psi. Option B -65 plus 60 psi. Option C +65 plus 60 psi. Option D +65 -60 psi. ഇതൊരു രാമചന്ദ്രൻ പ്ലോട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചർ ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഒരു പ്ലോട്ടില് നമുക്ക് 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ബീറ്റ ഷീറ്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? Where would you find right-handed alpha helix in രാമചന്ദ്രൻ പ്ലോട്ട്? അപ്പൊ അതിൽ നമുക്ക് ഫൈയുടെയും സൈയുടെയും ആംഗിൾസ് ആണ് അറിയേണ്ടത്. സോ റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സില് നമുക്ക് ഫൈയും സൈയും നോക്കുകയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് തന്നെയാണ് അല്ലെ. തേർഡ് ക്വാഡ്രന്റ് നോക്കുക, റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ് -5 -സൈ. അപ്പൊ അങ്ങനെ രണ്ടും മൈനസ് വരുന്ന ഏത് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്? അല്ലെ, രണ്ടും മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ എയിൽ മാത്രമാണ് വരുന്നത് അല്ലെ. ഏതൊക്കെയാണ്? -65, -60 സൈ. ഓപ്ഷൻ ബിയിൽ വരുന്നില്ല, ഓപ്ഷൻ സിയിൽ വരുന്നില്ല, ഓപ്ഷൻ ഡിയിലും വരുന്നില്ല. സോ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, -65, -60 സൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which one of the following condition will switch on lac operon in E. coli? Options plus glucose plus lactose. Plus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ present ആണ്, minus ആണെങ്കിൽ absent ആണ്. Second option plus glucose minus lactose. Third option minus glucose minus lactose. Fourth option minus glucose plus lactose. നമുക്ക് ഇനി കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസും ലാക്ടോസും ആബ്സെന്റും പ്രസന്റും ആകുമ്പോൾ അവിടെ ലാക് ഓപ്രോണിന്റെ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ നോക്കുക. ഗ്ലൂക്കോസ് പ്രസന്റ് ആണ്, ലാക്ടോസ് ആബ്സെന്റ് ആണ്. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആയിരിക്കും. ഗ്ലൂക്കോസ് പ്രസന്റ് ആണ്, ലാക്ടോസും പ്രസന്റ് ആണെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആയിരിക്കും. ഗ്ലൂക്കോസ് ആബ്സെന്റ്, ലാക്ടോസ് ആബ്സെന്റ്, ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ഓഫ്. അടുത്തത് ഗ്ലൂക്കോസ് ആബ്സെന്റ്, ലാക്ടോസ് പ്രസന്റ്, അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഓൺ ആയിരിക്കും. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ വിൽ സ്വിച്ച് ഓൺ ലാക് ഓപ്രോൺ ഇൻ ഇ കോളൈ? അതിന്റെ ശരി ഉത്തരം ഏതാണ്? അവിടെ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിരിക്കണം, ലാക്ടോസ് പ്രസന്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആയിരിക്കും. ശരി ഉത്തരം ഫോർത്ത് ഓപ്ഷൻ ആണ്, മൈനസ് ഗ്ലൂക്കോസ് ആൻഡ് പ്ലസ് ലാക്ടോസ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലോ ഗ്ലൂക്കോസ് കണ്ടീഷൻ വരുമ്പോൾ, ലോ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഗ്ലൂക്കോസ് ആബ്സെന്റ്, ആ രണ്ട് കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐദർ ലോ ഗ്ലൂക്കോസ് ഓർ ഗ്ലൂക്കോസ് ആബ്സെന്റ്, cyclic AMP അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. So when the glucose level is low, cyclic AMP is produced and the cyclic AMP gets attaches to CAP, allowing it to bind to DNA. ഈ ഡയഗ്രാമിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. cyclic AMP CAP ലേക്ക് ബൈൻഡ് ചെയ്തിട്ട് DNA ലേക്ക് ബൈൻഡ് ചെയ്യുന്നുണ്ട്. And the CAP helps the RNA polymerase to bind to the promoter, resulting in high level of transcription. So CAP RNA polymerase പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ക്രിപ്ഷന്റെ ലെവൽ അവിടെ കൂടുന്നുണ്ട്. സോ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുമ്പോൾ മാത്രമാണ് അവിടെ ഹൈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുകയും വേണം, അതേപോലെ തന്നെ ലാക്ടോസ് അവിടെ പ്രസന്റ് ആയിരിക്കണം. കാരണം ഇത് ലാക് ഓപ്രോൺ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരി ഉത്തരം വന്നിരിക്കുന്നത് ഓപ്ഷൻ 4, മൈനസ് ഗ്ലൂക്കോസ് ആൻഡ് പ്ലസ് ലാക്ടോസ്. അടുത്ത ചോദ്യം സെൽ സൈക്കിളിൽ നിന്നാണ്. Synaptonemal complex formation is the characteristic feature of. Option A leptonema, option B zygonema, option C pachynemma, option D diplonema. ഇതെല്ലാം പ്രോഫേസ് ഫണ്ടിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേജിലും വരുന്ന അതിന്റെ ഫീച്ചർ ഒന്ന് നമുക്ക് നോക്കാം. പ്രോഫേസ് ഫണ്ടിന്റെ ആദ്യത്തേതാണ് ലെപ്റ്റോട്ടീൻ. അവിടെ വരുന്നത് ബൊക്കേറ്റ് അറേഞ്ച്മെന്റ് ആണ്. അടുത്തത് സൈഗോട്ടീൻ, സിനാപ്സിസ്, സിനാപ്റ്റോനെമൽ കോംപ്ലക്സ്, പാക്കിറ്റിൻ, ക്രോസിംഗ് ഓവർ, ഡിപ്ലോട്ടിൻ, കയാസ്മ, ഡയാകൈനസിസ്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. ഈ 5 സ്റ്റേജസും അതിന്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. കാരണം നമുക്ക് സെറ്റ് എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ടോപ്പിക്. ഇപ്പൊ സിനാപ്റ്റോനെമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സൈഗോട്ടിൻ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. സൈഗോട്ടിൻ ആണ് സിനാപ്സിസും സിനാപ്റ്റോനെമൽ കോംപ്ലക്സ് ഫോർമേഷൻ എല്ലാം നടക്കുന്നത്. സോ ഓപ്ഷൻ ബി സൈഗോനെമ ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ആനിമൽ ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നമുക്ക് എയിൽ വന്നിരിക്കുന്നത് മ്യൂച്വലിസം, ബി കമൻസാലിസം, സി പ്രിഡേഷൻ, ഡി അമെൻസാലിസം. അത് കറക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യുക. ഇപ്പൊ മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓർഗാനിസത്തിനും അത് ബെനിഫിറ്റ് ആയിരിക്കും. രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ആയിരിക്കുമെങ്കിൽ അവിടെ വരുന്നത് ഏതായിരിക്കും? ഇറ്റ് വിൽ ബി പ്ലസ് പ്ലസ് റിലേഷൻഷിപ്പ്. കാരണം രണ്ട് ഓർഗാനിസത്തിനും അത് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത് പ്ലസ് പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് കമൻസാലിസം ആണ്. കമൻസാലിസത്തില് റിലേഷൻഷിപ്പ് പ്ലസ് 0 ആയിരിക്കും. ഒരു ഓർഗാനിസത്തിന് അത് ബെനിഫിറ്റ് ആയിരിക്കും, ഒന്നിന് അത് ബെനിഫിറ്റും അല്ല ലോസും അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സി വന്നിരിക്കുന്നത് പ്രിഡേഷൻ ആണ്. പ്രിഡേഷൻ ദ റിലേഷൻഷിപ്പ് വിൽ ബി പ്ലസ് മൈനസ്. കാരണം ഒരെണ്ണത്തിന് അത് ബെനിഫിറ്റ് ആയിരിക്കും, മറ്റൊന്നിന് ലോസ് ആയിരിക്കും. ആൻഡ് അമെൻസാലിസം വിൽ ബി -0. ഇങ്ങനെയാണ് നമുക്ക് ഈ ആനിമൽ ഇന്ററാക്ഷനെ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. A4, B3, C2 and D1. The next question, connecting link between Annelida and Arthropoda. Options വന്നിരിക്കുന്നത് Nautilus, Julius, Limulus, Peripatus.
കണക്റ്റിംഗ് ലിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് കണക്റ്റിംഗ് ലിങ്ക്സ് ഒന്ന് നോക്കാം. പെരിപാറ്റസ്. It is the connecting link between Annelida and Arthropoda. Neopilina is the connecting link between Annelida and Mollusca. Archaeopteryx, connecting link between reptiles and aves. Semoria, connecting link between amphibians and reptiles. So, ഇവിടെ ചോദ്യം കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡയാണ്. സോ അവിടെ ശരി ഉത്തരം വന്നിരിക്കുന്നത് പെരിപാറ്റസ് ആണ്. കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, പെരിപാറ്റസ്. അടുത്ത ചോദ്യം ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നാണ്. ദ ടൈപ്പ് ഓഫ് ഗാസ്ട്രുലേഷൻ ഇൻ വിച്ച് മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ടു ദി എംബ്രിയോ ഈസ്. ഓപ്ഷൻസ് ഇൻവാജിനേഷൻ, ഇൻവല്യൂഷൻ, ഡീലാമിനേഷൻ ആൻഡ് ഇൻഗ്രഷൻ. നമുക്ക് ഈ ടൈപ്സ് ഓഫ് ഗാസ്ട്രുല ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് ഇൻവാജിനേഷൻ. ഇൻവാജിനേഷൻ ഇസ് ദി ഇൻഫോൾഡിംഗ് ഓഫ് സെൽ ഷീറ്റ് ഇൻ ടു ദി എംബ്രിയോ. അതാണ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്, ഇൻഫോൾഡിംഗ് ഓഫ് സെൽ ഷീറ്റ് ഇൻ ടു ദി എംബ്രിയോ. അടുത്തത് ഇൻവല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഇന്റേണിംഗ് ഓഫ് സെൽ ഷീറ്റ് ഓവർ ദി ബേസൽ സർഫസ് ഓഫ് ആൻ ഔട്ടർ ലെയർ. ഇൻഗ്രഷൻ, മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ടു ദി എംബ്രിയോ. Delamination, splitting of one sheet into two. Epiboly, expansion of one cell sheet over the other cells. ഇത്രയാണ് ഗാസ്ട്രുല ടൈപ്സ് എന്ന് പറയുന്നത്. അതിന്റെ എല്ലാം ഡെഫിനിഷനും ഡയഗ്രാമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? ടൈപ്പ് ഓഫ് ഗാസ്ട്രുലേഷൻ ഇൻ വിച്ച് മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ടു ദി എംബ്രിയോ. മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ടു ദി എംബ്രിയോ ഏതാണ്? ഇൻഗ്രഷൻ ആണ് അല്ലെ? മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ ടു ദി എംബ്രിയോ. So here the right answer is option D, ingression. The next question is from geological timescale. Chodhyam, which period is known as Age of Amphibians? Carboniferous, Silurian, Devonian and Permian. So നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട പീരിയഡ്സും അതിന്റെ ഫീച്ചേഴ്സും ഒന്ന് നോക്കാം. Cambrian explosion അവിടെ സംഭവിച്ചിട്ടുണ്ട്. Ordovician, first green plant and fungi on land appeared. Invertebrates dominated. Jawless fishes appeared. Silurian, first vascular plant appeared and first jawed fish. Devonian, first insect appeared. Other wingless insect ആയിരുന്നു. Then first tetrapod, but it's still aquatic. Bony fishes appeared. But Devonian ആണ് age of fishes എന്നറിയപ്പെടുന്നത്. Carboniferous, winged insect. First reptile appeared. Amphibians become common and first land vertebrate appeared. Permian, first true seed plant, അതായത് ജിംനോസ്പേംസ് ആണ് appeared ആയത്. നമ്മുടെ ചോദ്യം ഏജ് ഓഫ് ആംഫിബിയൻസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, കാർബോണിഫറസിലാണ് ആംഫിബിയൻസ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജ് ഓഫ് ആംഫിബിയൻസ് എന്നറിയപ്പെടുന്നത് കാർബോണിഫറസ് ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം മോളിക്കുലാർ ബയോളജിയിൽ നിന്നാണ്. In eukaryote, precursors of microRNAs and small interfering RNAs are usually synthesized by. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ RNA പോളിമറൈസും എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കാം. നമുക്ക് ആദ്യം RNA പോൾ 1 എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്യണത് എന്ന് നോക്കാം. RNA പോൾ 1 ട്രാൻസ്ക്രൈബ്സ് rRNA, അതായത് റൈബോസോമൽ RNA ആണ്. ഇനി അടുത്തത് RNA പോൾ 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് mRNA, ദാറ്റ് ഈസ് മെസ്സഞ്ചർ RNA, അതേപോലെ തന്നെ miRNA, then snRNA. ഇതൊക്കെയാണ് പോൾ 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അടുത്തത് പോൾ 3 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് tRNA, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ RNA, tRNA, അതേപോലെ തന്നെ 5S rRNA. ഇത്രയാണ് പോൾ 3 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, miRNAയും അതേപോലെ തന്നെ siRNAയും സിന്തസൈസ് ചെയ്യുന്നത് ഏത് പോളിമറൈസ്? അതാണ് ചോദ്യം. ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് പോൾ 2 ആണ്. പോൾ 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? മെസ്സഞ്ചർ RNA, miRNA and snRNA. Here the correct answer is option D, only RNA polymerase 2. ചോദ്യം, four kingdom classification was proposed by. Options: റോബർട്ട് വിറ്റാക്കർ, കാൾ വോയ്സ്, കവാലിയർ സ്മിത്ത്, ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
കാരണം ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ടു കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഇറ്റ്സ് ലിനേയസ്, കാൾ ലിനേയസ്. ത്രീ കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ഏർണസ്റ്റ് ഹെയ്ക്കൽ. ഫോർ കിൻഡം ക്ലാസിഫിക്കേഷൻ ഹെബർട്ട് എഫ് കോപ്ലാൻഡ്. ഫൈവ് കിൻഡം റോബർട്ട് പിറ്റാക്കർ. സിക്സ് കിൻഡം കാൾ ബോയ്സ്. സെവൻ കിൻഡം കവേലിയർ സ്മിത്ത്. ഇവിടെ ചോദ്യം ഫോർ കിൻഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർ കിൻഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഹെബർട്ട് എഫ് കോപ്ലാൻഡ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇമ്മ്യൂണോളജിയിൽ നിന്നാണ്. ആഫ്റ്റർ ഫോളോയിങ് ദ സ്റ്റിമുലേഷൻ ബൈ ആൻ ആന്റിജൻ, ദ ഫസ്റ്റ് ആന്റിബോഡീസ് സെക്രീറ്റഡ് ബൈ ബി സെൽ ഈസ്. ഓപ്ഷൻസ് IgA, IgD, IgE ആൻഡ് IgM. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതേപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ്, അതിൽ നമുക്ക് തീർച്ചയായിട്ടും ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. പ്രധാനപ്പെട്ട ഇമ്മ്യൂണോഗ്ലോബുലിൻസും അവരുടെ ഫങ്ഷൻസും ഒന്ന് നോക്കാം. IgA. IgA, it is found in mucous secretions including tears, saliva. അതേപോലെ തന്നെ it is present in the colostrum. IgE is seen in allergic reactions. IgM, it is the first antibody to appear in the response to an initial exposure to antigen. IgG activates the classical complement pathway. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, IgM. Because IgM ആണ്, it is the first antibody to appear in the response to initial exposure to antigen. So option D, IgM is the correct answer. The next question is from genetics. Filling the blanks with suitable words. The phenomena of masking the effect of one dominant gene by another is called dash, and the masked gene is called dash. ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ എപ്പിസ്റ്റാസിസ് ആൻഡ് എപ്പിസ്റ്റാറ്റിക്. ഓപ്ഷൻ ബി ഹൈപ്പോസ്റ്റാസിസ് ആൻഡ് എപ്പിസ്റ്റാറ്റിക്. ഓപ്ഷൻ സി എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക്. ഓപ്ഷൻ ഡി ഹൈപ്പോസ്റ്റാസിസ് ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക്. ഇതിന്റെ എല്ലാം ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സോ എന്താണ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാല്? വൺ ജീൻ മാസ്ക് ദി എഫക്ട് ഓഫ് അനദർ ജീൻ അറ്റ് എ ഡിഫറെന്റ് ലോക്കസ്. ഒരു ജീൻ മറ്റൊരു ജീനിനെ മാസ്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു എപ്പിസ്റ്റാറ്റിക് ജീൻ? ദ ജീൻ ദാറ്റ് ഡസ് ദ മാസ്കിംഗ് ഈസ് കോൾഡ് എപ്പിസ്റ്റാറ്റിക് ജീൻ. അതേപോലെ തന്നെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ജീൻ ഹൂസ് എഫക്ട് ഈസ് മാസ്ക്ഡ് ഈസ് കോൾഡ് ആസ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. ഇവിടെ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ഫിനോമിന ഓഫ് മാസ്കിംഗ് ദി എഫക്ട് ഓഫ് വൺ ഡോമിനന്റ് ജീൻ ബൈ അനദർ ഇസ് കോൾഡ്. അതിനെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് എപ്പിസ്റ്റാസിസ്. അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ മാസ്ക്ഡ് ജീൻ ഈസ് കോൾഡ് ഡാഷ് ജീൻ. മാസ്ക്ഡ് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ആണ് അല്ലെ. ദ ജീൻ ഹൂസ് എഫക്ട് ഈസ് മാസ്ക്ഡ് ഈസ് കോൾഡ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. അപ്പൊ ഈ ഒരു 13ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈപ്പോസ്റ്റാറ്റിക്. അടുത്ത ചോദ്യം എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്നാണ്. വാട്ട് കോമ്പണന്റ് ഓഫ് RAS, that means renin, angiotensin, aldosterone system, is created and found in the liver that is activated by renin? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ആൽഡോസ്റ്റെറോൺ, ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിനോജൻ ആൻഡ് ആൻജിയോടെൻസിൻ 2. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാത്വേ ആണ്. ആദ്യം ഇതിന്റെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സോഡിയം ഡെഫിഷ്യൻസി ആണ് വരുന്നത് അല്ലെ. സോഡിയം ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് വോളിയം അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, BP അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സെൻസൈസ് ചെയ്ത് കഴിയുമ്പോൾ കിഡ്നിയിലുള്ള ജസ്റ്റാഗ്ലോമറുല സെൽസ് റെനിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റെനിൻ അവിടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലിവറിൽ നിന്ന് ആൻജിയോടെൻസിനോജൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ആൻജിയോടെൻസിൻ 1 and with the help of ACE from lungs, angiotensin 2 അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് അഡ്രിനൽ കോർട്ടെക്സ് ആൽഡോസ്റ്റെറോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. And then in kidney, increased sodium and water reabsorption take place and there will be increased blood volume. And finally, the blood pressure increases until it returns to the normal. ഇതാണ് ഈ പാത്വേയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ഈ റാസ് പാത്വേയിലെ ഏത് കോമ്പണന്റ് ആണ് ലിവറിൽ കാണുന്നത്? ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ റെനിൻ. അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ലിവറിൽ കാണുന്നത് വിച്ച് ഈസ് ആക്ടിവേറ്റഡ് ബൈ റെനിൻ. കറക്റ്റ് ഉത്തരം ഏതാണ്? ആൻജിയോടെൻസിനോജൻ.
സോ 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൻജിയോടെൻസിനോജൻ. The last question, endocrinology നിന്നാണ്. Which hormone is derived from thyrosin? Options: epinephrine, serotonin, thyrosin and histamine. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് ഇമ്പോർട്ടന്റ് ആണ്. അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് മീൻസ് ദീസ് ഹോർമോൺസ് ആർ മോഡിഫൈഡ് അമിനോ ആസിഡ്. ഉദാഹരണത്തിന് തൈറോസിൻ അമിനോ ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ് എപ്പിനെഫ്രിൻ ആൻഡ് നോൺ എപ്പിനെഫ്രിൻ. ഹിസ്റ്റഡിനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റമീൻ ആണ്. ട്രിപ്റ്റോഫാനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് സെറോട്ടോണിൻ. ഇതൊക്കെയാണ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസിന് എക്സാമ്പിൾസ്. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഹോർമോൺ ഇസ് ഡിറൈവ്ഡ് ഫ്രം അമിനോ ആസിഡ് തൈറോസിൻ. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കുന്നത് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ആണ്. സോ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, എപ്പിനെഫ്രിൻ. Epinephrine is the right answer.